നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും ടെല്ലാ പി എസ് സിയിലേക്ക് സ്വാഗതം. ടീച്ചറെ, നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ അവരുമായി ഷെയർ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന 2026 LD ടൈപ്പിസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സര പരീക്ഷയാണ് LD ടൈപ്പിസ്റ്റ്. LD ക്ലർക്ക് പോലെയോ അല്ലെങ്കിൽ LGS പോലെ വലിയൊരു മത്സരം, അതായത് ഈ പറയുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടുതലില്ലാത്ത ഒരു മത്സര പരീക്ഷയാണ് LD ടൈപ്പിസ്റ്റ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതുവരെ 2026 ഏറ്റവും ലേറ്റസ്റ്റ് ഡേറ്റ പ്രകാരമുള്ള നിയമന നിലയും 2026 ഈ പറയുന്ന KGTA ലോവർ, ഹയർ, BHC കോഴ്സുകളൊക്കെ പഠിച്ച പല ഉദ്യോഗാർത്ഥികളുണ്ട്. നമ്മൾ വിളിക്കുന്ന കുട്ടികളുണ്ട്, ടീച്ചർക്ക് അറിയാവുന്ന കുട്ടികളുണ്ട്. അപ്പൊ ഇവരെല്ലാം ഈ പറയുന്ന LD ടൈപ്പിസ്റ്റ് മാത്രമല്ല, ഇനി വരാൻ പോകുന്ന ധാരാളം മത്സര പരീക്ഷ പ്രതീക്ഷിക്കുന്നവരാണ്. അതിൽ തന്നെ ഏറ്റവും വലിയ ഭീമ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വലിയൊരു അളവിൽ എന്തുണ്ട്, നിയമനം നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അവരുമായി ഷെയർ ചെയ്യുന്നത്. അപ്പൊ അതിൽ ആദ്യം നമുക്ക് വേണ്ടത് ടീച്ചറിന്റെ ഒരു സാധ്യത വെച്ചാൽ, അല്ലെങ്കിൽ ടീച്ചർ ഒരു KGTA ലോവർ, ഹയർ അല്ലെങ്കിൽ BHC കോഴ്സ്, ഓഫീസ് സെക്രട്ടറിഷിപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന തത്തുല്യ യോഗ്യത ഉള്ളൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ടീച്ചർ ഏതൊക്കെ മത്സര പരീക്ഷയായിരിക്കും ഇനി ഈ 2026 ഫോക്കസ് കൊടുക്കുന്നത്? 2026 എന്ന് പറയുമ്പോൾ ഈ LD ടൈപ്പിസ്റ്റ് യോഗ്യത ഉള്ളവരുടെ ഏറ്റവും സുവർണ ഒരു വർഷമായിട്ട് നമുക്ക് പറയാം. അപ്പൊ ഒന്നാമത്തെ മത്സര പരീക്ഷ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് LD ടൈപ്പിസ്റ്റ് ആണ്. അപ്പൊ അതിൽ സിലബസിൽ പല മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. 40 മാർക്ക് വേർഡ് പ്രോസസിംഗ് ആണ്, 10 മാർക്ക് ടൈപ്പ് റൈറ്റിംഗ് ആണ്, 20 മാർക്ക് ഇംഗ്ലീഷ്, 20 മാർക്ക് മലയാളം, GK 10 മാർക്ക്. അപ്പൊ അങ്ങനെയാണ് 100 മാർക്ക്. അപ്പൊ ഈ പറയുന്ന മറ്റു മത്സര പരീക്ഷയെ അപേക്ഷിച്ച് ഇവിടെ ഒരു മെറിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന 50 മാർക്ക്, പകുതി മാർക്ക് എന്താണ് നമ്മൾ പഠിച്ച ടോപ്പിക്കിൽ മാത്രം ചോദിക്കുന്ന ഒരു ഇതാണ്. പിന്നെ ബാക്കിയുള്ളത് ജനറൽ PS നമ്മൾ പഠിക്കുന്ന ഇംഗ്ലീഷും ഈ പറയുന്ന മലയാളവും GK മാത്രമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വലിയൊരു സാധ്യതയുള്ള ഒരു മത്സര പരീക്ഷയാണ് ഈ പറയുന്ന LD ടൈപ്പിസ്റ്റ്. ഒപ്പം ധാരാളം മത്സര പരീക്ഷ ഇനി വരുന്നുണ്ട്. അതിലൊന്ന് പ്രധാനപ്പെട്ട ഒരു മത്സര പരീക്ഷയാണ് കമ്പനി ബോർഡ് വരുന്നുണ്ട്. കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റ്, കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റ്. ഇതൊക്കെ വലിയ നിയമനം നടക്കുന്നതാണ്. അതായത് ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാണ് യൂണിവേഴ്സിറ്റികളിൽ ടീച്ചറെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റികളിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് മത്സര പരീക്ഷ ഇതേ നിലവാരത്തിലാണ് മത്സര പരീക്ഷ, ഇതേ ക്വാളിഫിക്കേഷൻ തന്നെയാണ്. അതുപോലെ സർ പ്രോജക്ട് അസിസ്റ്റന്റ് ഉടനെ വരും. 2026 വരുന്ന മറ്റൊരു നോട്ടിഫിക്കേഷൻ ആണ് പ്രോജക്ട് അസിസ്റ്റന്റ്. തീരാറായി നിൽക്കുകയാണ്. അപ്പൊ അതും ഈ ഇതേ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ഇവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ജോലിയിലേക്ക് നമ്മളിപ്പോ പറഞ്ഞപ്പോ തന്നെ ഇത്രയും നോട്ടിഫിക്കേഷൻ ഇനി വരാൻ പോകുന്നു. അപ്പൊ LD ടൈപ്പിസ്റ്റ് കൂടാതെ ഈ പറയുന്ന കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റ് ഉണ്ട്, വാട്ടർ അതോറിറ്റി LD ടൈപ്പിസ്റ്റ് ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, അതായത് യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്. അത് മാത്രമല്ല ഇനി വരാൻ പോകുന്ന മറ്റൊരു മത്സര പരീക്ഷയാണ് ഹൈക്കോടതി ടൈപ്പിസ്റ്റ്, അതായത് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഹൈക്കോടതിയിൽ ഈ പറയുന്ന ടൈപ്പിസ്റ്റ് യോഗ്യതയുമായി ബന്ധപ്പെട്ട് കേരള PSCയുടെ നോട്ടിഫിക്കേഷൻ പോലെ തന്നെ അതേ ക്വാളിഫിക്കേഷൻ, അതേ നിലവാരത്തിൽ മത്സര പരീക്ഷ ഉണ്ട്. അതാണ് ഈ പറയുന്ന കേരള ഹൈക്കോടതി LD ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്. ബാക്കിയുള്ളവർ ഇപ്പൊ VFA, BEVCO, LD നിരവധി അവസരങ്ങളുണ്ട്. പക്ഷെ അത്ര ഒരു കോമ്പറ്റീഷൻ അവിടെ അവസരം ഇല്ലെന്നല്ല നമ്മൾ പറഞ്ഞത്, അവസരങ്ങളുണ്ട്. പക്ഷെ കോമ്പറ്റീഷൻ എന്താണ്, വളരെ കുറവാണ്. അവിടെ 10-18 ലക്ഷം പേരെടുത്ത് മത്സരിക്കുമ്പോൾ ഇവിടെ 10,000-ന്റെ അടുത്ത് മത്സരിച്ചാൽ മതി. പക്ഷെ 10,000 ആണെങ്കിലും ഈ ഉള്ളവരിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അതെല്ലാം എല്ലാ മത്സര പരീക്ഷയും അങ്ങനെ ഉണ്ടായിരിക്കും ടീച്ചറെ. ഇപ്പൊ ഈ ഫിസിക്കലുള്ള മത്സര പരീക്ഷകളുണ്ടല്ലോ, നമ്മൾ എന്ത് പറയും, ഫിസിക്കൽ ഉള്ളത് കൊണ്ട് തന്നെ പകുതി ഉള്ളവരെല്ലാം എന്ത് ചെയ്യും, പഠിക്കത്തില്ല, അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്ത് പോകും. പക്ഷെ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പൊ ഏറ്റവും ആദ്യമായിട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് 2026 അതായത് LD ഇപ്പൊ നിലവിലുള്ള LD ടൈപ്പിസ്റ്റ് മത്സര പരീക്ഷയിൽ 14 ജില്ലയിൽ നടന്ന നിയമന നിലയാണ്. അപ്പൊ പല ഉദ്യോഗാർത്ഥികൾ നമ്മൾ ഈ വീഡിയോയുടെ താഴെ വന്ന് തന്നെ കമന്റ് ചെയ്യാം, സാർ ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, നിയമനങ്ങളൊക്കെ കുറവാണെന്ന് ചുമ്മാതെ വ്യാജ പ്രചരണങ്ങൾ നടത്തും. എന്തിനു വേണ്ടിയാ? ഈ നെഗറ്റീവ് കമന്റ് അടിച്ചിട്ട് അവര് പോയിരുന്ന് പഠിക്കുക. ഈ കമന്റ് കാണുന്നവർ എന്ത് വിചാരിക്കും, നിയമനം ഇല്ലല്ലോ, പഠിക്കേണ്ടെന്ന് കരുതും. അത് തെറ്റിദ്ധാരണയാണ്. വീണ്ടും ആവർത്തിക്കുന്നു, അതിൽ തിരുവനന്തപുരം ജില്ലയിൽ 114 നിയമനങ്ങളാണ് നടന്നേക്കുന്നത്. 114-ലധികം നിയമനങ്ങളാണ് നടക്കുന്നേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു സാധ്യതയുള്ള ഒരു മത്സര പരീക്ഷയാണ് LD ടൈപ്പിസ്റ്റ്. അത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഏകദേശം 114 എന്ന് പറഞ്ഞാൽ ആകെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയേക്കുന്ന ആളുകളുടെ എണ്ണം 220. ആ 220-ലാണ് പകുതിയിലധികം, ഏകദേശം ഇപ്പം ഈ പറയുന്ന റാങ്ക് ലിസ്റ്റ് വന്നിട്ട് 1.5 വർഷം കാലാവധി ആയുള്ളൂ. ഇനി 1.5 വർഷം അപ്പൊ ഒരു 70% കൂട്ടിക്കോ, അല്ലെങ്കിൽ ഒരു 3/4%, ഈ പറഞ്ഞ 75% നിയമനം നടക്കുന്ന ഒരു മത്സര പരീക്ഷയാണ് ഈ പറഞ്ഞ LD ടൈപ്പിസ്റ്റ്. കാരണം 1.5 വർഷ കാലാവധി ആയിട്ടുള്ളൂ, ഇനി 1.5 വർഷം കാലാവധി ഉണ്ട്. അതിനിടയിൽ നല്ല രീതിയിലുള്ള നിയമനം നടക്കുമെന്ന് തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോകും. പിന്നെ നമുക്ക് ഏതൊരു നിയമനം എടുത്തു നോക്കിയാലും തിരുവനന്തപുരം ആയിരിക്കും ഏറ്റവും കൂടുതൽ
നിയമനം പിന്നെ നടക്കുന്നത്. ടീച്ചർ ഇതിനകത്ത് 2 പ്രധാനപ്പെട്ട ജില്ലയിലാണ് കൂടുതൽ നിയമനം. ഒന്ന് തിരുവനന്തപുരത്തും പിന്നെ മറ്റൊന്ന് എറണാകുളം. ഈ 2 ജില്ലയിലാണ് നിയമനം കൂടുതൽ. അപ്പൊ അതിനർത്ഥം എല്ലാവരും തിരുവനന്തപുരം പോയി വെക്കണം അല്ലെങ്കിൽ എറണാകുളം പോയി വെക്കണം എന്നല്ല പറയുന്നത്. എല്ലാ മത്സര പരീക്ഷയ്ക്കും അതിൻ്റെതായിട്ടുള്ള കട്ട് ഓഫ്, അതിൻ്റെതായിട്ടുള്ള ഡെപ്ത് അല്ലെങ്കിൽ കടുപ്പം ഒക്കെ ഉണ്ട്. നിയമന നില അങ്ങനെ. ദെൻ രണ്ടാമത്തെയാണ് കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം. കൊല്ലം ജില്ലയിൽ 50 നിയമനമാണ് ഇതുവരെ നടന്നേക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ പറയുന്ന നിയമനം 1.5 വർഷമേ ആയുള്ളൂ. ഇനി ചിലപ്പോൾ അടുത്ത മാസമോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ ഈ പറയുന്ന നിയമനങ്ങളുടെ എണ്ണം എന്ത് ചെയ്യാം, വളരെയധികം കൂടും. ഇനിയാണ് പെൻഷൻ നടക്കാൻ പോകുന്നത്. അപ്പൊ ശരിക്കും ഇനി വർധനവ് അടുത്ത ഈ ഒരു മെയ് മാസങ്ങളിൽ നമുക്ക് നല്ല രീതിയിൽ ഇതിന്റെ വർധനവ് കാണാൻ പറ്റും. അടുത്ത ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിൽ ഏകദേശം 46 നിയമനങ്ങളാണ് ഇതുവരെ നടന്നത്. കേരളത്തിലെ പൊതുവെ നിയമന നിരോധനം ഒന്നുമില്ല, ഇപ്പോഴും നിയമനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ആലപ്പുഴ ജില്ലയിൽ 46 നിയമനങ്ങളാണ് ഉള്ളത്. പത്തനംതിട്ട ജില്ലയിൽ 42 നിയമനങ്ങളുണ്ട്. കോട്ടയം ജില്ലയിൽ 51 നിയമനങ്ങൾ ഇതുവരെ നടന്നു. 1.5 വർഷമേ ഉള്ളൂ കാലാവധി. ദെൻ ഇടുക്കി ജില്ലയിൽ 57. അപ്പൊ മറ്റു ജില്ലയെ അപേക്ഷിച്ച് ഇടുക്കി ജില്ലയിലൊക്കെ നിയമനങ്ങൾ നടക്കാത്ത ഒരു ജില്ലയാണ് നമ്മൾ പറയപ്പെടുന്നത്. പക്ഷെ ഇടുക്കി ജില്ലയിൽ എത്ര നിയമനങ്ങൾ നടന്നു? 57 നിയമനങ്ങൾ നടന്നു. ദെൻ നമ്മൾ ഈ പറഞ്ഞേക്കുന്ന 14 ജില്ലയിൽ ഏറ്റവും കൂടുതൽ നിയമനം നടന്ന മറ്റൊരു ജില്ലയാണല്ലോ എറണാകുളം. എറണാകുളം ജില്ലയിൽ 92 നിയമനം നടന്നു. ദെൻ തൃശ്ശൂർ ജില്ലയിൽ 57 നിയമനം നടക്കും. പാലക്കാട് ജില്ലയിൽ 47 നിയമനം നടന്നു. മലപ്പുറം ജില്ലയിൽ 49 നിയമനം നടന്നു. ദെൻ അടുത്തത് കോഴിക്കോട് ജില്ലയാണ്, ഏകദേശം 60 നിയമനം നടന്നു. വയനാടാണെങ്കിൽ 26 നിയമനം. ഏറ്റവും കുറവെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് വയനാട് മാത്രമേ ഉള്ളൂ. കണ്ണൂരാണെങ്കിൽ 52-ലധികം നിയമനമാണ്. കാസർഗോഡ് 25 നിയമനം. അപ്പൊ കാസർഗോഡും വയനാടും ഉള്ള ഒരു ചെറിയ നമ്പർ. ടീച്ചർ ഇത് ചെറിയ നമ്പർ എന്ന് പറയാം, കാരണം 1.5 വർഷം ചിലപ്പം ഈ ഒരു 6 മാസം കൊണ്ടായിരിക്കും ഈ പറയുന്ന കുറവുള്ള വയനാട്ടിലും കാസർഗോഡും അവിടെ കൂടുതൽ നിയമനം നടക്കാം. കൂടുതൽ വേക്കൻസികളൊക്കെ റിപ്പോർട്ട് ചെയ്ത് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ഒക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു ഔട്ട്ലൈൻ ആണ്. ഇതുവരെ 2026 ജനുവരിയിൽ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആണ് നമ്മൾ ഈ ഡിസ്കസ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇത്രയും നിയമന നില ഒരു പരീക്ഷയിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നല്ല രീതിയിലുള്ള നിയമനങ്ങളുള്ള ഒരു മത്സര പരീക്ഷയാണ് LD ടൈപ്പിസ്റ്റ്. അപ്പം മിക്ക ആളുകളും പറയും, സാറേ LD ടൈപ്പിസ്റ്റ് ഇപ്പൊ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു, ഞങ്ങൾക്ക് അയക്കാൻ പറ്റിയില്ല, അയക്കാൻ ഇനി ലാസ്റ്റ് ഡേറ്റ് ഉണ്ട്. അപ്പൊ അയച്ചവർ ഉഷാറായിട്ട് പഠിക്കുക. എല്ലാ PSCയുടെ നോർമൽ LD ടൈപ്പിസ്റ്റ് കോഴ്സുകൾ ഉണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. അപ്പൊ ഇനി ഏറ്റവും പ്രധാനമായിട്ട് 2026 ടൈപ്പിസ്റ്റ് അവസരങ്ങളായി ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകും. നമുക്കറിയാം, നമ്മൾ ആദ്യമേ തുടക്കത്തിലെ ടീച്ചറെ പറഞ്ഞതാണ്, ഇത് ഒരുപാട് അവസരങ്ങൾ 2026 നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഒരൊറ്റ സിലബസിൽ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് നിരവധി ജോലിയിലേക്ക് എത്താം. അത് മാത്രമല്ല, ഇത് മിക്കവാറും ഒരുമിച്ചായിരിക്കും, ഒരു എക്സാം ആയിട്ടായിരിക്കും വരാൻ പോകുന്നത് അല്ലെ. അപ്പോ ഒരു ഉയർന്ന റാങ്ക് ഒരു കുട്ടി വാങ്ങിച്ചാൽ ആ കുട്ടിക്ക് ഇരുന്ന് ചൂസ് ചെയ്യാം, എനിക്ക് ഏത് ഡിപ്പാർട്ട്മെന്റിൽ പോകണം. അത് ഭയങ്കര ഒരു അവസരമാണ് അല്ലേ സാർ? നമുക്ക് തീരുമാനിക്കാം എവിടെ പോയി വർക്ക് ചെയ്യണം എന്നുള്ളത്. ആ ഒരു പവർ നിങ്ങളിലേക്ക് എത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് ഉഷാറായിട്ട് പഠിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പൊല്യൂഷൻ കൺട്രോൾ LD ടൈപ്പിസ്റ്റ്. ടീച്ചറെ നല്ല രീതിയിൽ നിയമനം നടക്കുന്ന ഒരു മത്സര പരീക്ഷയാണ്, നല്ല ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് പൊല്യൂഷൻ LD ടൈപ്പിസ്റ്റ്. പിന്നെ കമ്പനി ബോർഡ് LD ടൈപ്പിസ്റ്റ്. ഇപ്പൊ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പോലെ തന്നെ കമ്പനി ബോർഡ് ഈ പറഞ്ഞ KSFE, KSCB തുടങ്ങിയിട്ടുള്ള കമ്പനി ബോർഡ് എക്സാം നല്ല ശമ്പളവുമാണ്, ജീവിതം സെറ്റ് ആകുന്ന ഒരു ജോലിയാണിത്. അടുത്ത യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലെ തന്നെ മറ്റൊരു നോട്ടിഫിക്കേഷൻ ആണ് യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്. നിയമനം കിട്ടുമ്പോൾ കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി അങ്ങനത്തുള്ള യൂണിവേഴ്സിറ്റികളിലായിരിക്കും കിട്ടുന്നത്. അടുത്തത് ജൂനിയർ പ്രൊജക്ട് അസിസ്റ്റന്റ് ആണ്. ഇതെന്ന് പറയുന്നത് 2027 ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്ക് കാലാവധി തീരുകയാണ് ഈ നിലവിലുള്ള ലിസ്റ്റ്. അപ്പൊ ഉടനെ തന്നെ വിളിക്കും. +2 നമുക്കൊരു 3 മാസത്തെ വേർഡ് പ്രോസസിംഗ് മാത്രം മതി ഇതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ്. മിക്കവാറും ഈ ചെലവ് ചുരുക്കലിന്റെ ഒക്കെ ഭാഗമായിട്ട് എല്ലാം കൂടെ ഒന്നിച്ചായിരിക്കും PSC എക്സാം നടത്താൻ പോകുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ 2 ആയിട്ടായിരിക്കും. എന്തായാലും നിങ്ങളുടെ വലിയൊരു ഗോൾഡൻ ചാൻസ് തന്നെയാണ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ വരിക എന്ന് പറയുന്നത്. ഇപ്പൊ 2026 ഇത് വിളിച്ചു, ഇനി 3 വർഷമാണ് ഇവർ വെയിറ്റ് ചെയ്യുന്നത്. ഇനി 3 വർഷം വെയിറ്റ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു അവസരം നിങ്ങൾ പരമാവധി എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. അടുത്ത കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് LD ടൈപ്പിസ്റ്റ് ആണ്. പിന്നെ ഹൈക്കോടതി, നമ്മൾ നേരത്തെ പറഞ്ഞു, ഹൈക്കോടതി അസിസ്റ്റന്റ് പോലെ തന്നെ ഹൈക്കോടതിയിൽ ഈ പറയുന്ന LD ടൈപ്പിസ്റ്റ് വിളിക്കാറുണ്ട്. വാട്ടർ അതോറിറ്റി, ഇതെല്ലാം 2026 വരുന്ന നോട്ടിഫിക്കേഷനുകളാണ് പറയുന്നത്. അപ്പൊ ഉഷാറായിട്ട് പഠിക്കുക ടീച്ചറെ. വരാൻ പോകുന്ന ഈ പറയുന്ന ടൈപ്പിസ്റ്റ് മത്സര പരീക്ഷയ്ക്ക് എല്ലാ PSC ഉഷാറായിട്ട് ഓരോ കോഴ്സുകളും നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്തേക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. ഇപ്പൊ രഞ്ജിത്ത് സാറ് നയിക്കുന്ന ഒരു LD ടൈപ്പിസ്റ്റിന്റെ കിടിലൻ ബാച്ച് ആണ്. സാറ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിരവധി പേര് ആദ്യ റാങ്കുകളിൽ എത്തിച്ച ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ ഒരു ഭാഗ്യമാണ് സാറിന്. നിങ്ങൾ ഉഷാറായിട്ട് പഠിക്കുക, വേറെ ഒന്നും ചിന്തിക്കേണ്ട. തരുന്ന സിലബസ് ജോയിൻ ചെയ്താൽ ഉഷാറായിട്ട് പഠിക്കുക. ആദ്യ റാങ്കിൽ എത്തിക്കോളും. ഓക്കെ, എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.